ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ ഇറങ്ങാൻ പോകണമെന്ന് രാവിലെ നമ്മൾ ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഷോർട്സ് വീഡിയോ കണ്ടിട്ട് ചേട്ടാ ന്യൂ ഇയർ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയുന്നവർക്ക് ഈ പ്ലാറ്റിനം ബ്രെഡ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാറ്റിനം ബ്രെഡിന് നമ്മൾ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവരാണ് സാധനം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്ന് ചോദിക്കുന്ന ആൾക്കാർക്കും കൊടുക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബറിനുള്ള ഗിഫ്റ്റാണിത്. പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മണിയായിട്ടുണ്ട്. നമ്മൾ ചായ പിടിച്ചിട്ട് ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇവരാണ് താരം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് ആർക്കായിരിക്കും കിട്ടണമെന്ന് നോക്കാം. നമുക്ക് ഫ്രണ്ട്സ്, നമ്മൾ ചായ പിടിച്ചിട്ടുണ്ടപ്പോൾ 2 ടീമും ഫിഷിനെ മേടിക്കാൻ വന്നിരുന്നുണ്ട്. അവർ പ്ലാറ്റിനം റെഡ് തന്നെ മേടിച്ചത്. അവർ ഓഫറിൽ വന്നിട്ട് മേടിച്ചിട്ടും പോയാണ് ചെയ്തത്. അവർ ആ വീഡിയോ രാവിലെ കണ്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവർ ചോദിക്കാഞ്ഞത്. നമ്മളിവിടെ രാവിലെ കൊടുക്കാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ച സാധനം ഇവിടെ തന്നെ ഇരിക്കണമെന്നുണ്ടാ. നമ്മൾ പിന്നെ ഇറങ്ങാൻ വേണ്ടി പോയാണ്. ഇത് ഇവിടെ തന്നെ ഇരുന്നിച്ചത്. അവർ കണ്ടുമില്ല, അവർ ചോദിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാഞ്ഞത്. ചോദിച്ചിരുന്നെങ്കിൽ കൊടുക്കേണ്ടി വന്നേനെ. നമുക്ക് ഓട്ടോ വരെ കൊണ്ടുപോകേണ്ടി വരില്ലായിരുന്നു. ഇനി എന്തായാലും ഓട്ടോയിലായിരിക്കും കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചിട്ട് നമുക്ക് നോക്കാം ആരാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ലെവലിലെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് ചോദിച്ചാണെങ്കിൽ അവരിക്കും കൊടുക്കേണ്ടി വരും കേട്ടോ. അതായത് നമ്മൾ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓട്ടോൻ്റെ ഷീറ്റൊക്കെ എടുത്ത് മാറ്റി ഫ്രണ്ടിൽ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, അവിടെയാണ് ഇടുന്നത് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ചോദിക്കാം എന്നുള്ള രീതിയിൽ കണ്ട് ചോദിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എടുത്ത് കൊടുക്കാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റാൻഡിലെത്തിയിട്ടാ. സ്റ്റാൻഡ് വരെ ആരും ചോദിച്ചില്ല കേട്ടോ. നമ്മൾ വന്ന വഴി ആരും ചോദിച്ചില്ല. ഇപ്പോൾ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. സ്റ്റാൻഡ് ഇപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കാനൊക്കെ പോകുമ്പോൾ എല്ലാവരും വന്നെടുത്തിട്ടും പോകാതിരിക്കാൻ വേണ്ടിയുണ്ട് ഒരു ഷീറ്റിട്ട് മൂടി വെക്കുന്നുണ്ട്. ഒരു പഴയ തുണിയാണ് വണ്ടിക്കാണെന്ന് വെച്ചാൽ പഴയ തുണിയിട്ട് മൂടി വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വെയിലും അടിക്കുന്നുണ്ട്. എന്നാൽ വെയിലൊക്കെ കൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു പഴയ തുണിയിട്ട് മൂടി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ടേൺ ആകുമ്പോഴായിരിക്കും നമുക്ക് ഓട്ടം വരുന്നത്. ഓട്ടം വരുമ്പോൾ അവർ ആരെങ്കിലും കയറുന്നവർ കണ്ടാലും നമ്മൾ കൊടുക്കും കേട്ടോ. ചോദിച്ചാൽ കൊടുക്കുന്നതായിരിക്കും. ഓട്ടത്തിനിടയ്ക്ക് ആരെങ്കിലും കണ്ടാലും കൈ കാണിച്ചാൽ നിർത്തിയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, നമ്മൾ അവിടെ നിന്ന് ഓട്ടോ ഒക്കെ പോയത് വൈറ്റിലാണ്ടാക്കിയായിരുന്നു. വൈറ്റില വരെയൊക്കെ പോയിട്ട് ആരും നമ്മളെ കണ്ടില്ല. സത്യത്തിൽ ആയിരിക്കും നമ്മളെ വീഡിയോസൊക്കെ ഒന്നും കാണാറില്ലെന്ന് തോന്നുന്നു. ചുരുക്കം പിള്ളേരായിരിക്കും കാണുന്നത്. അതുകൊണ്ടായിരിക്കാം ആരും ചോദിച്ചില്ല. പിന്നെ 1-ാം തീയതി കൊണ്ടായിരിക്കും തിരക്കൊക്കെ കൊണ്ട് ആർക്കെങ്കിലും കാണാൻ സമയമില്ലാത്തതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ 3 മണിയായിട്ടുണ്ട്. ചോറിനാൻ വന്നതാണ്. ഇത് ഫ്രണ്ട്സ്, നമ്മൾ പ്ലാറ്റിനം റെഡ് പോയിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഇത് ഒരാൾ നമ്മളിവിടെ ഫിഷിന് മേടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സാധനത്തിന് കൊടുത്താന്ന്. അപ്പോൾ കൊടുത്തിട്ടില്ല, സാധനം വണ്ടിയിലുണ്ട്. അപ്പോൾ ഇയാൾക്ക് തന്നെയാണ് ന്യൂ ഇയർ സമ്മാനം കൊടുക്കാൻ പോകുന്നത്. മോൻ്റെ പേരെന്താണ്? ആൻഡൻ അല്ലേ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പോൾ സാധനം പുള്ളിക്ക് കൊടുക്കാൻ പോകാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഊണ് കഴിക്കാൻ പോയപ്പോൾ ആ സാധനത്തിൻ്റെ അടുത്ത് ഗ്യാപ്പിലാണ്ട വെച്ച് ആരും കാണാതിരിക്കാൻ വേണ്ടി എല്ലാവരും പിള്ളേർ വന്ന് എടുത്തിട്ട് റോഡ് സൈഡിലാണല്ലോ ഓട്ടോ ഇടുന്നത്. പിള്ളേർ വല്ലതും വന്ന് എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഗ്യാപ്പിലാണ് വെച്ചത്. അപ്പോൾ എടുത്തത് നമ്മൾ മോന് കൊടുക്കണ്ട. അപ്പോൾ ഇത് ഹാപ്പി ന്യൂ ഇയറും പറഞ്ഞ് സാധനം നമ്മൾ കൈമാറി. അടുത്ത നമ്മുടെ ബീറ്റ ഫിഷിൻ്റെ ഓഫറായിരുന്നു കേട്ടോ. അപ്പോൾ ന്യൂ ഇയറിന് 2 ദിവസമാണ് നമ്മൾ ആ ഓഫർ വെച്ചത്. 1-ഉം 2-ഉം തീയതികളിലായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. ഫീമെയിലിന് 30 രൂപക്കും പെയറായിട്ട് കൊടുക്കുന്നത് 130 രൂപക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ടെമ്പോയറായിരുന്നു. ഈ സൈസാണ് നമ്മൾ കൊടുത്തത്. കൊടുത്ത് നമ്മൾ ഓർഡർ കിട്ടി ഇവിടെ വന്നെടുത്തവരെ നമ്മൾ ഇവിടെ തന്നെ വെച്ച് കൊടുത്ത്. പിന്നെ കൊറിയർ ഉണ്ടായിരുന്നു, കുറച്ച് പീസ് കൊറിയർ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. കൊറിയറും പാക്ക് ചെയ്ത് നമ്മൾ സാധനം വെച്ചായിരുന്നു. കൊറിയർ പാക്ക് ചെയ്ത് ഞങ്ങളൊന്ന് കാണിച്ചില്ല കേട്ടോ. ഇവരൊക്കെ ആയിരുന്നു നമ്മുടെ ടീം നമ്മൾ കൊടുക്കാൻ നിർമ്മിച്ചത്. അത്യാവശ്യം ഇയറൊക്കെ വന്നിട്ടുള്ള ടീമായിരുന്നു. അപ്പോൾ അതും ആ ഓഫറും ഇതോടൊപ്പം പറയാനുണ്ട്. 2 ദിവസം കൊണ്ട് നമ്മുടെ തീർന്നിട്ടുണ്ട്. ഇനിയുള്ളത് സാധാരണ നമ്മൾ നോർമലി കൊടുക്കുന്ന റേറ്റിലായിരിക്കും കൊടുക്കുന്നത്. ഓഫർ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓഫർ ഉണ്ടെന്ന് വെച്ച് വിളിക്കാൻ നിൽക്കരുത്. അതുകൊണ്ടാണ് പിള്ളേർ കാണുന്നവരോട് നമ്മളിപ്പോൾ ഓഫർ ഇട്ടാലും ക്രിസ്മസിന് ഓഫർ ഇട്ടാലും ക്രിസ്മസ് കഴിഞ്ഞ് നമ്മളോട് ചോദിക്കാറുണ്ട്. ഓണത്തിന് ഇട്ടാലും ഓണം കഴിഞ്ഞ് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഓഫർ എന്ന് പറയുന്നത് ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. 2-3 ദിവസത്തേക്കൊക്കെ നമ്മൾ ഇടുന്നത്. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഓഫർ നമ്മൾ ഒരാഴ്ച വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. 1-ാം തീയതി വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 1-ാം തീയതിത്തെ ഓഫർ 1-ഉം 2-ഉം തീയതിയിൽ മാത്രമാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ഇനി കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഈ ഓഫറിലായിരിക്കില്ല സാധനം കിട്ടുന്നത്. നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ നമുക്കിത് വളർത്താനായിട്ടുള്ള കുറച്ച് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ആ റേറ്റിലായിരിക്കും കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഓഫറിൽ സെയിലിന് പോയേട്ടാ. നല്ല രീതിയിൽ വന്നായിരുന്നു. ഇവിടെ വന്നെടുത്തു. അതേപോലെ തന്നെ കൊറിയറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഈ വീഡിയോ 1-ാം തീയതിയൊക്കെ എടുത്ത് വെച്ചാണ്. ഇപ്പോൾ 3-ാം തീയതി ആയിട്ടുണ്ട്. 3-ാം തീയതി ആയിട്ടാണ് ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാണ്. ഒരു നല്ല ഒരു വർഷമായിരിക്കട്ടെ. അതേപോലെ നമ്മുടെ ഫാമിനും നമ്മളിപ്പോൾ കുറച്ച് സാധനങ്ങൾ എൻക്വയറി ചെയ്യുന്നുണ്ട്. അതിന് നമ്മുടെ ഫാമിലിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവരുടെ കുട്ടികളൊക്കെ ഇറങ്ങുന്ന വീഡിയോസും അവരെ പർച്ചേസ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ടാവും. എന്തായാലും പുതിയതായിട്ട് നമ്മുടെ സെയിലിന് 2024 സെയിലിനായിട്ടുള്ള ടീമൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അവരെയും കാണിച്ചിട്ടുള്ള വീഡിയോ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. ഓക്കെ, ബൈ ബൈ.